ഹായ് ഗൈസ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും പതിപോലെ തന്നെ മറ്റൊരു സ്മാർട്ട് വാച്ച് ആണ്. ഇത് വന്നിട്ട് FK99 PLUS എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് കൂടി ഷെയർ എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ലിങ്കിന് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഡിവൈസ് ഇതുപോലെ ഒരു ബ്ലാക്ക് ബോക്സിനാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബോക്സിൽ നമുക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ചാർജറിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വാച്ചിൻ്റെ കളർ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കളർ ടോണോടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ബ്ലാക്ക് ആണ്, അപ്പോൾ ആ ഒരു കളർ ടോണോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പഞ്ചിങ് രീതിയിൽ വാച്ച് എന്നുള്ളൊരു സംഭവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ അങ്ങനെ ബോക്സിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു ബോക്സിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഈ രീതിയിലാണ്. ഇത് മുമ്പ് നമ്മളൊരു വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, HW22 Pro Max എന്ന് പറഞ്ഞ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ബോക്സിലൂടെ മുകളിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വാച്ച് ഫേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് വാച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. വാച്ചിൽ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, ഇത് മെഡിക്കൽ പർപ്പസിന് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയ്ഡ് ഇൻ ചൈന എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് Series 6 ആണ് കോപ്പി വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്പേസ് അലൂമിനിയം കേസ് 44 mm ആണ് ഇതിന് സൈസ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് മാജിക് ക്രൗൺ, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങൾ, ക്രിസ്റ്റൽ റെറ്റിന ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള കാഴ്ച കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിവിടെ നമ്മളെ വാച്ച് കാണുന്നുണ്ട്. ഇതിൽ 2 സ്ട്രാപ്പ് വരുന്നുണ്ട്. ഒരു സിലിക്കോൺ സ്ട്രാപ്പും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു നൈലോൻ്റെ ഒരു സ്ട്രാപ്പും. അത് ഈ FK സീരീസിൽ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, FK78. ആ ഒരു ബോക്സിലും ഇതുപോലെ തന്നെ കമ്പനി നമുക്ക് 2 സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കൊരു പ്യുവറായിട്ടുള്ള എല്ലാ വാച്ചിലും ഉള്ള പോലെ തന്നെ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കേബിളോട് കൂടിയ ഒരു വയർലെസ് ചാർജറാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ എന്താ പറയുക മെയിൻ ഡിവൈസായ വാച്ച് ഉണ്ട്. അപ്പോൾ വാച്ചിൽ ഡിസൈനിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. പറഞ്ഞു Series 6 കോപ്പിയാണ്. സെയിം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെയിം എന്താ പറയുക ഡിസൈന് കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വാച്ച് ഒന്ന് ബൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇതാണ് നമ്മളെ പവർ ബട്ടൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ഓക്കെ, നമ്മളെ വാച്ച് ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വാച്ച് ഓണായി വരുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലുള്ളൊരു വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ നല്ലൊരു അടിപൊളി ഒരു വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ കാണാൻ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എത്രത്തോളം വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനോട് ജസ്റ്റ് ഈ ക്രൗൺ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. മുപ്പത്തിനാല് വാച്ച് ഫേസ് കാര്യങ്ങളും ഈ ഒരു എന്താ പറയുക നമുക്ക് വാച്ചിൽ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മളതിന് ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് താഴ്ന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ബാർ കാര്യങ്ങളതൊക്കെ, അതായത് നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു ഷോർട്ട് കട്ട് രീതിയിലുള്ള കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിലൂടെ നമുക്കിവിടെ എന്താ പറയുക വേക്കപ്പ് ഗസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം മെനു സ്റ്റൈൽ ഫോണിലുണ്ട് എന്നുള്ള ഡിവൈസിലുണ്ടെന്നുള്ള അറിയാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കണക്ടിവിറ്റി, പിന്നെ നമ്മളെ ഡിവൈസ് കുറച്ചും കൂടി ഒരു ബാറ്ററി സേവർ പവർ സേവർ എന്നുള്ള മോഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വേറെ ഉണ്ട്. അതുപോലെ തന്നെ ടോർച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ രീതിയിലുള്ളൊരു എന്താ പറയുക സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ എത്രത്തോളം മെനു സ്റ്റൈൽ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള മെനു സ്റ്റൈൽ ജസ്റ്റ് ഇടതുഭാഗത്തോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് സാധാരണ നോർമൽ വരുന്ന എന്താ പറയുക സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു മെനു സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ വേറെ എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ്
താഴ്ന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള 3 മെനു സ്റ്റൈലാണ്. അത് ഫസ്റ്റ് വൺ ഇവിടെ 9 apps എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അത് ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, കണ്ട ഈ ഒരു രീതിയിലുള്ള മെനു സ്റ്റൈൽ കാര്യങ്ങളാണ് ഫസ്റ്റത്തെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ വരുന്നത് ഈ ഒരു 6 apps എന്ന് പറഞ്ഞിട്ടൊരു രീതിയാണ്. അത് ഈ ഒരു ടൈപ്പാണ്, കണ്ടില്ലേ. ഇങ്ങനെ 3 ടൈപ്പ് മെനു സ്റ്റൈൽ കാര്യങ്ങളാണ് ഈ ഒരു വാച്ചിലുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്താ പറയുക, നമ്മളെ സ്റ്റെപ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡയൽ പാഡ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സെറ്റിങ്സോടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ BT സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഡിവൈസ് ആപ്പായിട്ട് ലിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ ക്ലോക്ക്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന്, ഇപ്പോൾ നമുക്ക് നമ്മളെ വാച്ചൊക്കെ സെപ്പറേറ്റ് പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ലോയിലാണ് ഇവിടെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മുടെ വാച്ചിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. കണ്ടോ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നോർമലി എല്ലാ സ്മാർട്ട് വാച്ചിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ട്. കുറച്ച് വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ട്. നമ്മളെ ഫോണിലുള്ള ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഇതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിറ്റ്ഫ്ലൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, QR കോഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ QR കോഡ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് കണ്ട് തന്നെ നമുക്കത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ മുമ്പത്തെ വാച്ചുകളിലൊക്കെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ള സംഭവമാണ് എങ്ങനെ നമുക്ക് പ്രൊഫൈൽ ഫീച്ചർ കാര്യങ്ങളൊക്കെ നമ്മളെ ഫോണിലുള്ള പ്രൊഫൈൽ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇതിലോട്ട് മാറ്റുക എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സീരീസിൻ്റെ FK78 എന്ന് പറഞ്ഞ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HW22 ഒരു 4-5 സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് വാച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് കെട്ടി നോക്കുന്നത്. ഈ ഒരു എന്താ പറയുക, നൈലോണിൻ്റെ സംഭവം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കത് കയ്യിൽ കെട്ടാൻ സാധിക്കും. ഉണ്ടല്ലേ, ഈ രീതിയിൽ നല്ല ഫിറ്റായിട്ട് കംഫർട്ടായിട്ട് കിടക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ബാക്കപ്പ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എത്രത്തോളം ഫാസ്റ്റ് ഉണ്ടെന്നുള്ള നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ബാക്കപ്പ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ എത്തിച്ചു കൊടുക്കുക. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ മുണ്ടക്കാട്ട് സൈനിങ് ഓഫ്.